നമ്മുടെ കുട്ടി മഹാരാജാവായ കുട്ടിയാകൽ അതാ വരുന്നു, എഴുന്നള്ളുന്നു. എന്തിനാ? സ്വയംവരത്തിന്. ദൈവത്തെ ഓർത്ത് അവരെടുത്ത് പറയരുത് നമ്മുടെ മകൾ 3 പ്രാവശ്യം 10ാം ക്ലാസ് തോറ്റെന്ന്. ഈ കല്യാണം കൂടി മുടങ്ങും. എന്റെ പേര് ടിപ്പു സുൽത്താനല്ല, കുട്ടന്മാരൻ. മഹാറാണി എവിടെ നിന്ന് തിരിച്ചാലും ഞാൻ അവിടെ പോയിട്ടിരിക്കും. എന്ത് രസം. മദശ്രീ, ഇതാരാ കോമ്പറ്റീഷൻ? ഈ നെട്ട് പിടിക്കൂ, തലേന്ന് പോയതെന്ന് തോന്നുന്നു. ഹലോ രാജകുമാര, ചുറ്റിക്കണം നിനക്ക് ഇതിനു മുമ്പ് റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണ്. എന്റെ മകൾ ചുറ്റിക്കിടന്ന് കറങ്ങുന്നു. അല്ല, എന്റെ അച്ഛൻ മഹാരാജാവ് പറഞ്ഞു വിട്ടായിരുന്നു ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കിട്ട് വരാൻ. മാറി നിൽക്കൂ. ആരാണിവർ? രണ്ടുപേരും ചോദിക്കുന്നത് ആരാണ്? പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ആരാണ്? അയ്യോ, ഇതാരാന്നറിയില്ലേ? ഇതാണ് നെടുമ്പങ്കാരി രാജ്യത്ത് നിന്നും യുവരാജാവ് കുട്ടിയാകൽ. ഇതായിരുന്നോ? ഇതാണ് എന്റെ സഹോദരി മഹാറാണി. നാത്തൂൻ. പിന്നെ ഞങ്ങള് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, സ്വയംവരത്തിന് വേണ്ടി വന്നവരാണ്. ബാക്കി കാര്യങ്ങൾ ചോദിക്കൂ. അയ്യോ, നീ ശബ്ദിക്കരുത്, മാറിക്കൂ. എന്താണ് സ്വയംവരത്തിന്റെ ചടങ്ങുകൾ? സ്വയംവരത്തിന്റെ ചടങ്ങുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് എന്റെ മകളെ കുറിച്ച് പറയാം. അപ്സരസിനെ വെല്ലും വെണ്ടയ്ക്ക പോലത്തെ വിരലുകൾ, തക്കാളി പോലത്തെ ചുണ്ടുകൾ, കോവയ്ക്ക പോലത്തെ മൂക്ക്, പടവലം പോലത്തെ കാതുകൾ. അല്ല, എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ മകളുടെ സ്വയംവരമാണോ അതോ നിങ്ങൾ 50 രൂപ വെട്ടുമലക്കറി കച്ചവടം നടത്തുവാണോ? ഇനിയുമുണ്ട് കഴിവുകൾ. രാവിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തണമെങ്കിൽ വൈകുന്നേരം 6 മണി കഴിയും. കൊണ്ട് ഇതുപോലൊരു കഴിവ് ആർക്കില്ല. അതുപോലെ കഞ്ഞിയെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറയുകയാണ് നമ്മുടെ സ്വന്തം മകൾ. എവിടെ നിന്ന് കിട്ടും ഇതുപോലത്തെ ഒരു മകളെ? കിട്ടില്ല രാജാവേ, നമുക്ക് മാത്രമേ ഉള്ളൂ. പവതി എന്തോ പറയാമെന്ന്. ഡാഡി എന്നാണോ കൊട്ടാരത്തിൽ വിളിക്കാറല്ലേ? നിങ്ങൾ കുറച്ച് എഡ്യൂക്കേഷനിൽ വലിയ മുകളിലെത്തിയ കൊട്ടാരമായിരിക്കും. ഞാൻ ഈ പുറത്തുനിന്ന് കേട്ടായിരുന്നു വാപ്പാന്ന് വിളിച്ചത്. സൂപ്പർ ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ കൊട്ടാരവും കൊട്ടാരത്തിലെ ആൾക്കാരെയും ഈ രാജകുമാരിയും ഒക്കെ.